അത് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇത്രയും പെട്ടെന്ന് വരും. ഇല്ല, ആവില്ല. എന്തുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ അതൊന്ന് പരിഹരിച്ച് അത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് മീറ്റിംഗ് നടന്നത് രാത്രി. പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ സീറ്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ആശയക്കുഴപ്പം ഇപ്പൊ പ്രഖ്യാപിക്കും, എല്ലാം പ്രഖ്യാപിക്കും. അല്ലെന്ന് അതിപ്പോ അതെന്താണെന്ന് ഇപ്പൊ പ്രഖ്യാപിക്കും. അല്ല, ഈ ഹൈക്കമാൻഡ് ആണ് എം പിമാരുടെ കാര്യത്തിൽ തീരുമാനം എന്നുള്ളതായിരുന്നു പറഞ്ഞു. ഇപ്പൊ CEC യോഗത്തോടു കൂടി അതിൽ CEC-ലല്ല തീരുമാനിക്കുന്നത്. അത് കോൺഗ്രസ് പ്രസിഡന്റ് ആ കാര്യം തീരുമാനിച്ച് അതും അറിയിക്കും. തീരുമാനം ആയിട്ടുണ്ട്, ആയിട്ടുണ്ട്, അത് അറിയിക്കും. കാര്യങ്ങൾ സൗണ്ട് ആയിട്ട് പോകുന്നു. എനിക്ക് സൗണ്ട് ആയിട്ടില്ല. കോൺഗ്രസിലെ കാര്യങ്ങൾ നല്ല സൗണ്ട്. എത്ര ഒരു അപ്രോക്സിമേറ്റ് കണക്ക് എത്രയായിരിക്കും? 50-ലധികം. 50-ലധികം. വിഷ്ണു പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഏറ്റവും ശ്രദ്ധിച്ചത് KC വേണുഗോപാൽ സംസാരിക്കുന്ന അത്രയും നേരം വളരെ മ്ലാനതയോടെയാണ് പ്രതിപക്ഷ നേതാവ് അവിടെ നിന്നിരുന്നത്. ഇന്നലത്തെ ആ ഒരു അതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇന്നും കാണാമായിരുന്നു. അല്പസമയത്തിനകം ലിസ്റ്റ് വരുമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാവുന്നത് വെച്ച് എന്തൊക്കെയാണ് ആ ലിസ്റ്റിൻ്റെ പ്രത്യേകത? എത്രത്തോളം ആളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്? 50-ലധികം പേരുകളിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് എന്ന സൂചന ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഇനി ഒരു 18 സീറ്റുകളോളമാണ് ബാക്കിയുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വൈകലുണ്ടായത് കൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രതിസന്ധി ഇല്ല കോൺഗ്രസിൽ എന്ന് തന്നെയാണ് നേതാക്കളും വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും നടക്കുകയുണ്ടായി. അതിനുശേഷം അല്പസമയത്തിനകം അടുത്ത ഘട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. അതിന് മുന്നോടിയായി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗവും ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ചേർന്നിരുന്നു. ഇനി അല്പസമയത്തിനകം നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടി രണ്ടാമത്തെ ലിസ്റ്റും പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ പ്രഖ്യാപനം അത് പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന എല്ലാ സീറ്റുകൾ സംബന്ധിച്ചും ഇന്ന് ചർച്ച നടത്തി അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുന്നത്. പ്രധാനമായും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലെ രീതി ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഒരുപാട് സീറ്റുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകളും ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ എന്നും പക്ഷേ നിലവിൽ കോൺഗ്രസിനുള്ളിൽ യാതൊരു തരത്തിലുമുള്ള ആശയക്കുഴപ്പമില്ല എന്നുമാണ് ഇപ്പോൾ നേതൃത്വം പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 70-നും 60-നും ഇടയിലുള്ള സീറ്റുകളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. 50-ലേറെ സീറ്റുകളിൽ എന്തായാലും തീരുമാനമുണ്ടായി എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരും. അതൃപ്തിയിൽ തുടരുന്ന സുധാകരനെ ഉൾപ്പെടെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന ചില സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഇതിൽ എത്രത്തോളം പുരോഗതി കൈവരിച്ചു അല്ലെങ്കിൽ അത് പൂർണ്ണമായി അനുനയത്തിന്റെ പാതയിലേക്ക് K സുധാകരൻ എത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഈ പട്ടിക പുറത്തു വരുമ്പോൾ അറിയാമല്ലോ എന്നാണ് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചെങ്കിലും ഇതിനൊന്നും വ്യക്തമായ ഒരു മറുപടി നൽകാൻ എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. എന്തായാലും ഇതിലെല്ലാം തന്നെ ഒരു വ്യക്തത നിങ്ങൾക്ക് പട്ടിക വരുമ്പോൾ വരുമെന്നും മറ്റ് CPM-ന്റെ അപജയമെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുമുള്ള പ്രതീക്ഷയും കോൺഗ്രസ് പങ്കുവെക്കുന്നുണ്ട്.